പണിഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? എവിടെന്നെങ്കിലും വിചാരിക്കാത്തോടത്തുനിന്ന് പാര കിട്ടിയിട്ടുണ്ടോ? റെഡിയാക്കണം. അടുത്ത ടാസ്ക് ടാസ്ക് വേണം. എന്താ? ശരി, ഞാൻ പാരാന്ന് പറയില്ല. ശരി. ഇവരുടെ ഡെഫിനേഷൻ കുറച്ച് വ്യത്യാസം ആണല്ലേ? അത് ചെറുതായിട്ട് ഹേർട്ടായി. അത് അപ്പൊ തന്നെ പാരയായി. അപ്പൊ ഞാൻ എന്റെ മനസ്സിലെപ്പോഴും ഇത് അവരുടെ തീരുമാനമാണ്. അതൊരു പാരയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇപ്പൊ ചില ആൾക്കാരുടെ ജോലി എനിക്കെന്ന് വെച്ചാൽ എനിക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അത് അവരുടെ ശരിയാണ്. അവർക്ക് ചിലപ്പോ ആ ക്യാരക്ടർ ചെയ്യാൻ അയാളായിരിക്കും നല്ലത്. അപ്പൊ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒഴിവാക്കിയാലാണ് നന്നാവുക തോന്നുമ്പോ അവരെന്നെ ഒഴിവാക്കുന്നു. അപ്പോ എന്നെക്കാൾ ഇഷ്ടം വേറൊരാളുള്ളതുകൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്. അത് ആ ഇഷ്ടം വരാനുള്ള കാരണം എന്തെങ്കിലും ആയിക്കോട്ടെ, പല കാരണങ്ങളുണ്ടാവാം, എനിത്തിങ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ചിലപ്പോൾ ഞാൻ അയാളോട് ബിഹേവ് ചെയ്യുന്നത് ചിലപ്പോൾ അയാൾക്ക് ചില ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസിൽ അയാൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഞാൻ എൻ്റെ അറിവിലല്ലെങ്കിലും ചിലപ്പോൾ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്നെക്കാൾ നന്നായിട്ട് മറ്റേ ആൾ അയാളോട് ബിഹേവ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഞാൻ നന്നായിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നു, പക്ഷെ എന്നെക്കാൾ നന്നായിട്ട് ഒരാൾ അപ്പോൾ അങ്ങനെ ചോയ്സ് വരുമ്പോ അപ്പുറത്തോട്ട് ചോയ്സ് പോകുമല്ലോ. മറ്റുള്ളവരുടെ ഇഷ്ടത്തെ അതെന്തുമാണെങ്കിലും അതിനെ അങ്ങനെ രീതിയിൽ അത് അംഗീകരിക്കാൻ വളർന്നിട്ടില്ല. അവര് ചെയ്ത് പാര. ചിലപ്പോ നമുക്ക് വെച്ച വേഷമായിരിക്കും വേറെ പോകുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് ചിലപ്പോ അപ്പൊ എന്റെ അടുത്ത് ചോദിക്കും, അതെന്തിനാ ഇപ്പൊ അവരോടൊക്കെ പറയാൻ പോണേ? പരിപാടി തുടങ്ങട്ടെ, ഷൂട്ടിംഗ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞു. നമുക്കൊരു സോ കോൾഡ് നെഗറ്റീവ് ചിന്താഗതിയും കുശുമ്പും കുന്നായ്മ വളരെ ക്ലീൻ ആയിട്ട് പറഞ്ഞു. അങ്ങനെയാണല്ലോ. അതിനെ വളരെ എനിക്കത് സീ ത്രൂ ചെയ്യാൻ എനിക്ക് കപ്പാസിറ്റി ഇല്ല, എനിക്ക് ആഗ്രഹമില്ല അങ്ങനെ കാണാൻ. ഓണസ്റ്റ്ലി എനിക്കത് എല്ലാത്തിലെയും പോസിറ്റീവ് സൈഡ് കാണാനാണ്. ഇപ്പൊ നമ്മളെ ഈ പറഞ്ഞ മാതിരി നമ്മളെ നെഗറ്റീവ് പറയുന്നവരെ കുറിച്ച് പോലും ഈ പറഞ്ഞ രീതിയിലാണ് എനിക്കത് കാണാൻ ഉണ്ടെന്ന് അറിഞ്ഞാൽ പോലും ഞാനത് കണ്ടില്ല. അത് അവരുടെ ഒരു ശരിയിൽ അങ്ങനെ വിട്ടേക്കാം. അവർക്ക് എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. അത് തീരെ പറ്റാത്ത ഒരാളാണ് ഞാൻ. അപ്പൊ എന്തായാലും ടാസ്കിന് സമയമായി. ഞാനൊരു ടാസ്ക് ചെയ്തു. നോക്കട്ടെ എന്താ ടാസ്ക് നോക്കട്ടെ. പാർട്ട്ണറുടെ ഇതുവരെ ആരും അറിയാത്ത ഒരു ശീലം തുറന്നു പറയുക. ശ്രീധരൻ പറഞ്ഞോളൂ. അതല്ലേ നേരത്തെ പറഞ്ഞില്ലേ, പറഞ്ഞു കഴിഞ്ഞു. ദേഷ്യപ്പെടൽ ആർക്കും അറിയാത്തൊരു ശീലമാണ്. അത് വളരെ വയലന്റ് പറഞ്ഞാൽ മാർക്കോന്റെ സിസ്റ്റം, മാർക്കോന്റെ മേലെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കോ ഇതാ എന്നെ കണ്ടാണ് മാർക്കോ വളർന്നത്. ശരിക്കും അതെ, ആൻസിയെ കണ്ടിട്ടാണ് മാർക്കോ വളർന്നത്. പങ്കാളി പറഞ്ഞ ചളികൾക്ക് മനഃപൂർവ്വം ചിരിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ഒരാള് ചളി പറയുമ്പോൾ നോ ഇല്ല? ചളി ഇഷ്ടം പോലെ പറയാറുണ്ട്. ചളി ഞാനാണ് ഇപ്പോഴും ചളി പറയാറുണ്ട്. വളരെ മോശം ചളിയാണ്. വല്ലപ്പോഴൊക്കെ പറയാറുണ്ട്. കൂടുതൽ ചളി പറയുന്നത് ഞാനാണ്. ആ ചളി അതാണ് ആറ്റിറ്റ്യൂഡ്. അല്ലാതെ ചിരിച്ച് ഒന്നും ചെയ്യാറില്ല. ഇവരെല്ലാം ഭയങ്കര കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടാണ് എല്ലാം തുറന്ന് അങ്ങനെ പറയും. ഓക്കെ, ശരി. വഴക്കിനിടയിൽ ശരി നീ ജയിച്ചു എന്ന് പറയുന്നത് ശ്രീജിത്താണ്. മോളെ എന്തെടുത്തിനും കാര്യമില്ല. അതെ, മാർക്കോ ഇങ്ങനെ രാക്ഷസിയായിട്ട് വരുമ്പോൾ ഞാൻ ക്ഷമിച്ചിരിക്കല്ല, അവൻ എന്നോട് സമ്മതിച്ചിട്ടൊന്നുമില്ല. അതായത് ഇതങ്ങും അലിഞ്ഞു പോവുക എന്നുള്ള രീതിയിലാണ് എടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ സമ്മതിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അതങ്ങനെ പതുക്കെ അലിഞ്ഞലിഞ്ഞേ ഇല്ലാതാവണം. അല്ല ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞൊക്കെ തെറ്റി, ഒരിക്കലും ഇല്ല, എന്റെ ഓർമ്മയിലില്ല. എന്തായാലും എന്താവോ ഞാൻ വീട്ടിൽ ഇവിടെ ഇറങ്ങി കഴിയുമ്പോ കാറിൽ തന്നെ ഇരുന്ന് കിട്ടും മിക്കവാറും. ഇന്നത്തേക്കും നാളത്തേക്കുള്ളത് ഞങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. അതെ, ഇനി ഇത് ക്യാരിഫോർഡ് ചെയ്തൊരു 2 ആഴ്ച പോട്ടെ. ഓക്കെ, എന്ത് ഒന്ന് ആലോചിച്ചു എന്നിട്ടൊക്കെയാണ് നോ പറഞ്ഞത്. പക്ഷെ കാര്യമില്ല മോളെ, ഇത് ടാസ്ക് എടുത്തോളൂ. ടാസ്ക് ഇതാണ്. ഞാൻ 1, 2, 3 എന്ന് എണ്ണുമ്പോൾ രണ്ടുപേരും നിങ്ങൾക്ക് ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒരു റൊമാൻറ്റിക് സോങ് പാടണം. കൊടുക്കണേ. പ്ലാൻ ചെയ്യരുത്, റെഡി? 1, 2, 3. നീലക്കടമ്പുകളിൽ ആരാധികെ. രണ്ട് പാട്ടാണ് പാടാൻ പോയത്. അപ്പൊ അടുത്ത ടാസ്ക് ഇതിന് വേറെ ടാസ്ക് അതാണ് ശ്രീതടം പാടിയ പാട്ട് പാടിക്കാം. ഞാൻ പാടില്ല.
ഞാൻ പാടില്ല പാടോടുകൂടി. സൈത്ത് പാടുവോ? നീലക്കടൽ എന്നാ നിങ്ങൾ ആ പാട്ട് പറഞ്ഞു വിട്ടാ മതി. പറഞ്ഞിടാൻ ആരാധിക നീ പാടിക്കോ. ഇല്ല വേണ്ട. ആരാധിക ഞാൻ പാടി ഗംഭീരോ അതാണ്. എനിക്ക് എന്റെ ലിറിക്സ് അല്ല അങ്ങനെ കൊറേ ഒന്നും പാടണ്ട, രണ്ടുപേര് പാടിയാ മതി. ജസ്റ്റ് ഒന്ന് തുടങ്ങി വിട്ടാ മതി. വെറുതെ ഇത്രക്കൊക്കെ ധൈര്യമുള്ള ആളാണ് ഒരു പാട്ട് പാടാൻ പേടിക്കണത്. പാടൂ. Come on. ആരാധിക എനിക്ക് അറിയില്ല, സത്യമായിട്ട് അറിയില്ല. ഒരു പേര് പാടിയാ മതി. വേറെ വല്ല പോരെ? അതാണ് പാടിയത്. മൂളിപ്പാട്ടായിരുന്നു അതുകൂടെ. അതാ പിന്നെ ശ്രീധരൻ പാട്. എനിക്കറിയില്ല പാട്ട് വേണ്ട. പാട്ട് സെറ്റ് ആവൂല. പരിപാടി സെറ്റ് ആവൂല. ഇത്ര നാളത്തെ അഭിനയിച്ച് വാങ്ങിയ ഇഷ്ടവും കാര്യങ്ങളും വെറുപ്പിക്കും ആൾക്കാർ. ഇടയ്ക്കിടയ്ക്ക് ഈ ആരാധിക ഞാൻ പാടി തന്നെ കേൾപ്പിച്ചത്. താനിത്ര അതാണ് ഞാൻ അതാണ് പാടുന്നത് വിചാരിച്ചത്. അതാ കാരണം ഞങ്ങൾ ആരാധിക ഞങ്ങൾ ഒരുമിച്ച് പാടിയിട്ടുണ്ട്, വളരെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കേട്ട് കഴിഞ്ഞാൽ എന്റെ ശബ്ദം ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് വളരെ മോശമായിട്ട് കേൾക്കാം. അതിങ്ങനെ ഇടയ്ക്ക് കേൾപ്പിച്ച് എന്റെ ആത്മവിശ്വാസം തോർത്തുകൊണ്ടിരിക്കും. പിന്നെ കടന്നു പോകുന്ന സമയത്ത് ഇടയ്ക്ക് എന്റെ വളരെ ശബ്ദം. എന്തിനാ ഞാൻ പാട്ട് പാടുന്ന ഞാൻ ഇന്നവരെ അവകാശപ്പെട്ടിട്ടില്ല. വളരെ മോശമായിട്ട് പാടുന്ന ഒരാളാ. അന്ന് എന്നെ ഇതേപോലെ പറഞ്ഞ് നിർബന്ധിച്ച് പാടിച്ച് റെക്കോർഡ് ചെയ്തതാ. ചതിച്ചതാ. അതിങ്ങനെ ഇടയ്ക്ക് ഇത് കേൾപ്പിച്ചിട്ട് എന്നെ അങ്ങോട്ട് ഇല്ലാതാക്ക. അപ്പൊ എന്താ ചെയ്യാ? അന്ന് ഞാനിത് അറിഞ്ഞില്ല. ഞാൻ ഭയങ്കര സ്നേഹത്തിന് നന്നായി പാടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു, കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് പാടിച്ചു. പാടിച്ചിട്ട് ഇത് ഇടയ്ക്ക് ഇങ്ങനെ പോയി ചിരിച്ചോണ്ട് കഴുത്തൊക്കെ പറയണത് മോനെ. ശരി, ഇത് ഞാൻ പുറത്തു വിടുന്നൊക്കെ ഗ്രൂപ്പിലിടുന്നൊക്കെ പറയും, ഭീഷണിപ്പെടുത്തും.